Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE, KSEB, KMML, കെൽട്രോൺ എക്സെട്ര. അപ്പൊ ഇതിന്റെ ഒരു അഡ്വൈസ് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 186 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 1617 ആണ് ഇപ്പോഴും നിൽക്കുന്നത്. OCയിൽ 1307 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. EBTയിൽ 1310, SSC സപ്ലിമെന്ററി ലിസ്റ്റ് 60, ST സപ്ലിമെന്ററി ലിസ്റ്റ് 33, മുസ്ലിം 2077, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 6, OBC 1316, വിശ്വകർമ്മ 1531, SIUC നാടാര് 1870, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 3, ധീവര 1556, ഹിന്ദു നാടാര് 3110, DAയിൽ LB സപ്ലിമെന്ററി ലിസ്റ്റ് 17, HI 33, LDCP 17, അതുപോലെ തന്നെ EWS 1357. ഇങ്ങനെ 1617 അഡ്വൈസ് ആണ് 4/8/2025 അഡ്വൈസ് ഡേറ്റ് വെച്ച് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് OC BC പൊസിഷൻ നോക്കുമ്പോൾ OC 501, EWS 125, OCയും EWS കൂടെ ചേർത്തിട്ട് 626, BC 625. അപ്പൊ 626, 625 ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. അതുപോലെ തന്നെ NJD 328, DAയിൽ LB 13, DHI 12, DLDCP 13. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 1617. ഇത്രയുമാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പിട്ട് വേക്കൻസി റിപ്പോർട്ടായ സമയത്ത്, അതായത് 186 വേക്കൻസി റിപ്പോർട്ടായ സമയത്ത് ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ടെലിഗ്രാം ചാനലിലും എല്ലാം നമ്മൾ അതിന്റെ ചാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഈ 186 വേക്കൻസി വരുന്നതിന് മുൻപിട്ട് ഒരു NJD വേക്കൻസി ഉണ്ടായിരുന്നു. ആ NJD വേക്കൻസി നമ്മൾ ഈ 186 വേക്കൻസിക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടപ്പോൾ ആ NJD വേക്കൻസി എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഡെമോ റൊട്ടേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് അന്നേരം നേരെ അതിന്റെ രീതിയിലോട്ട്. അന്ന് നമ്മൾ NJD വന്നിരുന്നത് 186 വേക്കൻസിക്ക് തൊട്ട് മുമ്പ് ഒരു NJD ഉണ്ടായിരുന്നു. ആ NJD അഡ്വൈസ് പോയിരിക്കുന്നത് OCക്കാണ്. ഓക്കെ, 1162 റാങ്കിനാണ് ആ NJD അഡ്വൈസ് പോയിരിക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തത് MR നമ്പർ 6345 OCയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാർട്ട് വന്നിരിക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ 1162 ആണ്. ഈ 1162 ആണ് അതിന് തൊട്ട് മുമ്പേ വന്ന NJD ആയിട്ട് കയറി പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു OC ആൾറെഡി NJD ആയിട്ട് കയറി പോയത് കൊണ്ടാണ് നമ്മുടെ റൊട്ടേഷന്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ OCയുടെ ആ ഒരു കാര്യം വന്നത്. നമ്മൾ പറഞ്ഞ OC പോകുമെന്ന് പറഞ്ഞത് 1284 ആണ്. അഡ്വൈസ് വന്നിരിക്കുന്നത് ചാർട്ടിൽ അഡ്വൈസ് വന്നിരിക്കുന്നത് OC 1307 ആണ്. ഞാൻ പറഞ്ഞത് 1284. അത് OC മാത്രമാണ് ഞാൻ 1284 പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇട്ടേക്കാൻ റൊട്ടേഷൻ ചാർട്ടിന്റെ ഞാനിവിടെ കാണിക്കാം. അപ്പം അതിനകത്ത് നോക്കി, അതിനകത്ത് MR നമ്പർ 14 വന്നപ്പം 1306 EBT ആണ്. പക്ഷെ അത് OCയിലാണ് കയറി പോയിരുന്നത്. അത് 1306. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു NJD അവിടെ കയറി ആൾറെഡി കയറിപ്പോയി. 1162 NJD ആയിട്ട് കഴിഞ്ഞ അഡ്വൈസ് കയറി പോയത് കൊണ്ടാണ് അവിടെ 1306 ഞാൻ അവിടെ ഇട്ടപ്പം അവിടെ വന്നത്. പക്ഷെ 1307 ആണ് അഡ്വൈസ് പോയിരിക്കുന്നത്. NJD കുറച്ചിട്ട് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ കറക്റ്റ് 1307 തന്നെ വന്നേനെ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് EBTയുടെ കാര്യം പറയുകയാണെങ്കിൽ EBT ഞാൻ ഇട്ടിരുന്നത് 1300 ആണ്. ഓക്കെ, 1308. അഡ്വൈസ് വന്നിരിക്കുന്നത് EBTയിൽ വന്നിരിക്കുന്നത് 1310 ആണ്. ഓക്കെ, 1310 NJD കയറി വന്നപ്പോഴാണ് 1308. ഓക്കെ, അപ്പം EBTയും സെയിം ആയതിനെ. ആ NJD വന്നത് കൊണ്ടാണ് നമ്മുടെ OCയും EBTയും സെയിം ആയിട്ട് വരാഞ്ഞത്. ഇനി അടുത്തത് EWS ഞാൻ ഇട്ടിരുന്നത് 1357 ആണ്. ഓക്കെ, EWS 1357 ആണ്. അഡ്വൈസ് വന്നിരിക്കുന്നതും 1357 തന്നെയാണ്. ഈ SSCയിൽ ഞാൻ ഇട്ടിരുന്നത് 58 ആണ്. SSC അഡ്വൈസ് വന്നിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റ് 60 ആണ്. അതിൽ ഒരെണ്ണം ഡിലീഷൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരെണ്ണത്തിന്റെ വ്യത്യാസം. പക്ഷെ അങ്ങനെ അവിടെ 59 ആണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ അഡ്വൈസ് 60 ആണ് വന്നിരിക്കുന്നത്. അതെന്താ സംഭവിച്ചത് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, ST വന്നിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റ് 33 ആണ്. ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്നതും സപ്ലിമെന്ററി ലിസ്റ്റ് 33 തന്നെയാണ്. അടുത്ത മുസ്ലിം അഡ്വൈസ് വന്നിരിക്കുന്നത് 2077 ആണ്. ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്നത് 2050. അതിലും ഞാൻ നോക്കിയപ്പോൾ ഒരു ഡിലീഷൻ കണ്ടു. ഓക്കെ, അടുത്ത ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 6 ആണ്. ഞാൻ ഇട്ടതും സപ്ലിമെന്ററി ലിസ്റ്റ് 6 തന്നെയാണ്. ഓക്കെ, അടുത്ത OBC ചാർട്ട് വന്നത് OBC 1316 ആണ്.
ഞാൻ ഇട്ടിരുന്നതും 1316 തന്നെയാണ്. ഓക്കെ, അടുത്ത വിശ്വകർമ്മ ചാർട്ട് വന്നിരിക്കുന്നത് 1531 ഞാൻ ഇട്ടിരുന്നത് 1521. അപ്പോൾ അതിന്റെ ഒരാളുടെ വ്യത്യാസം സംഭവിച്ചു. അതിന് ഡിലീഷൻ ആണോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അടുത്ത SIUC നാടാര് ചാർട്ട് വന്നിരിക്കുന്നത് 1870. ഓക്കെ, ഞാൻ ഇട്ടിരുന്നത് SIUC നാടാര് 1870 തന്നെയാണ്. ഓക്കെ, അടുത്ത SCCC ചാർട്ട് വന്നിരിക്കുന്നത് സപ്ലിമെന്റ് ലിസ്റ്റ് 3. SCCC ഞാൻ ചാർട്ട് ഇട്ടിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റ് 4. അത് എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. ആ SCയും SCCCയും കൂടെ തമ്മിൽ അങ്ങോട്ട് മാറിപ്പോയിട്ടാണ്, ഞാൻ ഇട്ട ചാർട്ടിൽ മാറിപ്പോയിട്ടാണ് SC കൊറോണ അവിടെ 59 വരേണ്ട അടുത്ത് 58 വന്നതും 60 വന്നതും SCCC ഒന്ന് കൂടിപ്പോയതും അതെനിക്ക് തോന്നുന്നത് അങ്ങോട്ട് തിരിഞ്ഞു പോയത് SC അങ്ങോട്ട് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് കൺഫേം ചെയ്തിട്ട് വേറൊരു വീഡിയോയോട് പറയാം. ഈ വര ചാർട്ട് വന്നത് 1556. ഓക്കെ, ഞാൻ ഇട്ടതും 1556 തന്നെയാണ്. അടുത്ത ഹിന്ദു നാടാര് 1310 അഡ്വൈസ് പോയിരിക്കുന്നത്. ഞാൻ ഇട്ടത് ഹിന്ദു നാടാര് 1310 തന്നെയാണ്. ഓക്കെ, അപ്പൊ DAയിൽ മാത്രം കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. DA LV 16, HI 34, LDCP 16 ആണ് ഞാൻ ഇട്ടിരുന്നത്. ചാർട്ട് വന്നപ്പോഴേ DA LV 17, DA HI 30, LDCP 17. അപ്പോൾ എല്ലാം LVയും LDCPയും ഒന്ന് കൂടി DA HI ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യാസം വന്നിട്ടായിരിക്കും. ബാക്കിയെല്ലാം ഏകദേശം നമ്മളിട്ട ഡെമോ റൊട്ടേഷൻ ചാർട്ട് കറക്റ്റ് ആണ്. ആ ഒരു NGD കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ OCയും അതുപോലെ തന്നെ EBTയും സെയിം ആയാണ്. അപ്പം ഏകദേശം നമ്മുടെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് 90-95% സെയിം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ചാർട്ടായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മനസ്സിലാവും. ഓർഡറും ഏകദേശം നമ്മളിട്ട ആ ഒരു രീതിയിൽ തന്നെയാണ് ചാർട്ടും വന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.